ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ആവണിമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫുഡ് അടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗ്രിൽ ആൻഡ് ചില്ലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അതായത് ഒറ്റപ്പുന്ന ഹൈവേ സൈഡിൽ കൂടി പോകുമ്പോൾ ഈ ഗ്ലാസ്സിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്, എപ്പോഴാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുകയെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ തന്നെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും എല്ലാവരും ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കി ഓർഡർ ചെയ്യുകയാണ്. മെനു കാർഡിൽ ഒരുപാട് ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വരുമ്പോൾ കാണാം എന്താ വരുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കി ഇങ്ങനെക്ക് എന്തോ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അവൾ മെനു കാർഡ് നോക്കി അവൾ അവസാനം എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ നൂഡിൽസ് മാത്രമാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇതാ ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട്. ഇതിന് എന്താ പറയുക, ലോഡർ ഫ്രൈസ് എന്നാണ് പറയുക. ഈ ലോഡായിട്ട് വന്നേക്കുന്ന സാധനമാണ് ലോഡർ ഫ്രൈസ് ഗൈസ്, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട നൂഡിൽസും വന്നു, പിന്നെ ഒരു പ്ലേറ്റ് ഷവർമ, പിന്നെ മന്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്താട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഈ സംഭവമൊക്കെ, ലോഡർ ഫ്രൈസ് എന്ന് പറയുന്ന സാധനം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മന്തി അതും വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, ഒരു ചെസ് പീസൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് അങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും മന്തി ഇഷ്ടമല്ലേ? മന്തി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫുഡ് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഈ വന്നേക്കുന്ന നൂഡിൽസിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. എന്തായാലും കൊള്ളായിരുന്നു ഗൈസ്. പിന്നെ അടുത്തതായിട്ട് കളന്നത് വേറൊന്നിലേക്കല്ല, പ്ലേറ്റ് ഷവർമയാണ്. നമ്മൾ റോൾ ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കും എന്ത് പാടാല്ലേ കഴിക്കാനായിട്ട്. ഇങ്ങനെ പ്ലേറ്റ് ഷവർമയായിട്ട് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. കടിച്ച് വലിക്കുകയൊന്നും വേണ്ടല്ലോ, ഒരുപാട് അങ്ങ് വേസ്റ്റായിട്ട് പോകത്തുമില്ല. അതുകൊണ്ട് തന്നെ അതാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ബർത്ത്ഡേക്കാരുടെ മുഖത്ത് 100 ബൾബ് ഒരുമിച്ച് കത്തിയ പോലത്തെ ഒരു പ്രതീതിയാണ് തോന്നിയത്. കേക്ക് മുറിച്ചില്ലെങ്കിൽ എന്താ, ഇതൊക്കെ തന്നെ ധാരാളം. ഓർഡർ ചെയ്ത സാധനം ഒരുവിധം ഞങ്ങൾ ഒതുക്കി. പിന്നെ എന്തോ ഒരു ബുള്ളറ്റ് നാനോ അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചില്ലി ചിക്കൻ, അതും സൂപ്പറായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നത് തന്നെ. നാനൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ബുള്ളറ്റ് നാൻ എന്ന് പറയുന്ന ആ ഒരു ബുള്ളറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക, കുറച്ച് പച്ചിലകളൊക്കെ ഇട്ടിട്ട്, ആ ഇലകൾ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, അതെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ മൊജിറ്റോ ഉണ്ട്. മൊജിറ്റോ അത് കിങ്ങിണിക്കുട്ടി ഓർഡർ ചെയ്ത സംഭവമാണ്, പക്ഷെ അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഗ്രീൻ ആപ്പിളായിരുന്നു. അവൾ എന്നിട്ട് ലൈം ജ്യൂസ്